ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം, ആയുഷ് PHC ഹോമിയോ ചെറുപുഴ, ആയുഷ് PHC ആയുർവേദം പ്രാപ്പോയിൽ, GHSS കോഴിച്ചാൽ NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യ ജാഗ്രത 2026 ഭാഗമായി കോഴിച്ചാൽ ടൗണിൽ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ വിജി കെ ജോൺ അധ്യക്ഷയായി. 10ാം വാർഡ് മെമ്പർ റോഷി ജോസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എന്നാൽ നമ്മുടെ ഈ മേഖലയുടെ പ്രത്യേകത എല്ലായിടത്തും ഫോഗിങ് നടത്തി കൊതുകിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ കുന്നും മലയും അതുപോലെ തന്നെ പുഴയും ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് നാം തന്നെ സ്വയം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നമ്മൾ താമസിക്കുന്ന നാം ഓരോരുത്തരും പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും ഈ രോഗം പടർന്നു പിടിക്കുന്നതിന് എതിരെ ഏറ്റെടുക്കേണ്ട ദൗത്യം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കൂ. പുളിങ്ങോം FHC ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് HI ജോബിൻ ജോർജ്, പുളിങ്ങോം FHC JHI VS ബിജു, ശ്രീലക്ഷ്മി, JPHN അഞ്ജു ജെയിംസ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പുളിങ്ങോം FHCയുടെ നേതൃത്വത്തിൽ 8-10 വാർഡുകളിൽ കൊതുക് ഉറവിട നശീകരണത്തിനും ബോധവൽക്കരണത്തിനുമായി മെഗാ സ്ക്വാഡ് ഗൃഹസന്ദർശനം നടത്തി. 8 ടീമുകളായി നടത്തിയ ഗൃഹസന്ദർശനത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSPമാർ, ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഗൃഹസന്ദർശനത്തോടൊപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ടെമിഫോസ് ഉപയോഗിച്ച് കൊതുക് കൂത്താടി നശീകരണം നടത്തുകയും ചെയ്തു. ജാഗ്രതാ സദസ്സിൽ വെച്ച് ചെറുപുഴ ആയുഷ് PHC ഹോമിയോയുടെ സഹകരണത്തോടെ ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. പ്രാപ്പോയിൽ ആയുഷ് ആയുർവേദ PHCയുടെ സഹകരണത്തോടെ കൊതുക് നിയന്ത്രണത്തിനായുള്ള ആയുർവേദ അപരാജിത ധൂപചൂർണം സൗജന്യമായി വിതരണം നടത്തുകയും ചെയ്തു. പരിപാടിയിൽ ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ഡ്രൈ ഡേ എന്ന് പറഞ്ഞു വെള്ളിയാഴ്ചയിൽ എല്ലാ സ്കൂളും പരിസരം ശുചിയാക്കണം, ശനിയാഴ്ചയിൽ എല്ലാ സ്ഥാപനങ്ങളും ശുചിയാക്കണം, ഞായറാഴ്ചയിൽ എല്ലാ വീടുകളും പരിസരം ശുചിയാക്കണം. ശുചിയാക്കാത്ത കുഴപ്പമൊന്നും ഇവിടെ ഇല്ല. എല്ലാ വീട്ടിലും നല്ല വൃത്തിയുള്ള വീടുകളാണ്. പക്ഷെ അവിടെയും ഇഷ്ടംപോലെ പാത്രങ്ങൾ കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ചട്ടി കിടക്കുന്നുണ്ട്, ചിരട്ട കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു മോശമായി തോന്നില്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് മോശമായി തോന്നുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നിങ്ങളുള്ള ദേഷ്യം കൊണ്ടല്ല, അതിനുള്ള വൈറസിനെ കാണുന്ന ഒരു അകക്കണ്ണുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ പ്രാവശ്യം അനുഭവങ്ങളിലൂടെ ഇത് പഠിച്ചത് കൊണ്ട് ഡെങ്കിപ്പനിയുടെ വൈറസ് അതിനകത്ത് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം കൊണ്ട്, വെറും സംശയമല്ല, 100% അതിനകത്ത് ഡെങ്കിപ്പനിയുടെ വൈറസ് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുകൊണ്ടാണ്. ഈ കൊതുകിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കൊതുക് ഒരു മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു മഴയും വെള്ളം ഒന്നും ഇല്ലെങ്കിലും ആ വെള്ളം വറ്റിപ്പോയാൽ പോലും അതിൻ്റെ എഗ്ഗ് നശിച്ചു പോലെ മുട്ട നശിച്ചു പോകില്ല. 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തുള്ളി വെള്ളം വീണാൽ ഉടനെ അത് വിരിഞ്ഞു വരും. ആ വിരിഞ്ഞു വരുന്ന കൊതുകിൽ 1 വർഷം മുമ്പ് നമ്മുടെ തോമസ് ചേട്ടനോ ജോസേട്ടനോ ഉണ്ടായിരുന്നുള്ള ഡെങ്കിപ്പനിയുടെ വൈറസ് ആ കൊതുകിലുണ്ടാവും. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. 1 വർഷം കഴിഞ്ഞാൽ പോലും ഈ തലമുറ നശിച്ചു പോകില്ല. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നൊരു സംവിധാനമാണ് ഈ ഡെങ്കിപ്പനി. അതുകൊണ്ടാണ് മഴ വന്ന ഉടനെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. ഒരു ഡെങ്കിപ്പനി ഇവിടെ ഇല്ലെങ്കിലും ചിലപ്പോൾ അടുത്ത വർഷം ഡെങ്കിപ്പനി ഉണ്ടാകാം. ഏതായാലും കഴിഞ്ഞ വർഷം നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 99 പേർക്കായിരുന്നു ഡെങ്കിപ്പനി ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ വർഷം 220 പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം വരെ നമുക്കുള്ളത് 32 പേർക്കാണ് ഡെങ്കിപ്പനി വന്നിട്ടുള്ളത്. ജൂൺ പകുതിയോളം തീരാറായി. ജൂലൈ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ രോഗത്തിന് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം